ഹായ് ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് ഇവിടുത്തെ ചണ്ഡീഗഡിൽ മലയാളി തനിമയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അയ്യപ്പ സ്വാമിയുടെ അമ്പലത്തിലേക്കാണ്. ഇന്ന് അവിടുത്തെ ഉത്സവമാണ്. ഞങ്ങൾ മാത്രമല്ല, ഒന്ന് രണ്ട് മലയാളി ഫാമിലീസും ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് 2 കാറിലായിട്ടാണ് പോകുന്നത്. ഇവരാണ് ആ മലയാളികൾ: അതുല്യ ചേച്ചി, അഹല്യ, രേഷ്മി ചേച്ചി, സുമേഷ് ഏട്ടൻ, ജിതീഷ് ഏട്ടൻ. ഇവര് മാത്രമല്ല, ഒരുപാട് മലയാളി ഫാമിലീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇത്രയും പേരോടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ 2 വണ്ടികളിലായി യാത്ര തിരിച്ചു. ജിതീഷ് ഏട്ടനും അഹല്യയും ഞങ്ങളും ഒരു വണ്ടിയിലാണ്, ബാക്കിയുള്ളവരൊക്കെ വേറെ വണ്ടിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. നമുക്കിനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ അങ്കിഘോഷയാത്രയാണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഉത്സവം കാണുന്ന ഒരു ഫീലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ കാണുന്നവരെല്ലാം മലയാളികളാണ്. ഇത്രയും മലയാളികൾ നമ്മുടെ ചണ്ഡീഗഡിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. സത്യം പറയാലോ, ഞങ്ങൾ മാത്രമാണ് ചുരിദാറൊക്കെ ഇട്ട് വന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല കേരളീയ തനിമയിൽ സെറ്റുമുണ്ട്, അതുപോലെ ചേട്ടന്മാരായാൽ തന്നെ ഷർട്ടും മുണ്ടൊക്കെ അടിപൊളിയായാണ് നിൽക്കുന്നത്. ശ്രീ അയ്യപ്പ സേവ സമാജം എന്ന ട്രസ്റ്റാണ് ഈ അയ്യപ്പ ക്ഷേത്രത്തിലെ ഭരണങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ചണ്ഡീഗഡിലെ ഒരു മലയാളി കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണ് ഈ ക്ഷേത്രം ഇങ്ങനെ നിൽക്കുന്നതും അതുപോലെ ഇത്രയും നല്ലതായി പരിപാലിച്ചു പോകുന്നതും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ വെളിയിലിറങ്ങിയപ്പോൾ ഞങ്ങൾ തെക്കുംഭാഗത്തുള്ള അഖിലിന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത്. ജീവൻ എന്നാണ് ആ പയ്യന്റെ പേര്. അഖിൽ പിന്നെ ഫുൾ അവനെ കണ്ട സന്തോഷത്തിൽ അവനോട് കത്തിയടിയായിരുന്നു. അത് പിന്നെ സ്വന്തം നാട്ടുകാരനായ ഒരാളെ നമ്മുടെ കേരളത്തിന് പുറത്തു വെച്ച് കണ്ടാൽ നമ്മൾ വെറുതെ വിടില്ലല്ലോ. അങ്ങനെ അമ്പലത്തിലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അന്നദാനമൊക്കെ കഴിച്ച് ജീവനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.